സർ അതെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാനൊക്കെ എന്റെ ജനറേഷൻ, ഞാൻ ഫിലിമിലേക്ക് വന്ന സമയത്ത് മണിയേട്ടനല്ലേ മ്യൂസിക് ഡയറക്ടർ രാജമണി സർ. മണിയേട്ടന്റെ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് മണിയേട്ടൻ. അപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ മ്യൂസിക്, കുറെ ലൈവ് മ്യൂസിഷ്യൻസ്, ഭയങ്കര രസമാണ്. അതിനകത്ത് മണിയേട്ടൻ കമ്പോസ് ചെയ്യുന്ന കാണാനും ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പൊ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ കാലത്ത് അതിന്റെ ടെക്നോളജി ഒക്കെ ഒരുപാട് ഡെവലപ്പായി, ഒത്തിരി മാറി. പക്ഷെ സാർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ സാറിന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് സെക്ഷൻ ആയിരിക്കും? അതാണോ ഇപ്പൊ ആണോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. അത് ഇതിന് ചേർച്ചയില്ലാത്ത ഒരു ഉദാഹരണം, പാപി വീണിടം പാതാളം എന്ന് പറയുന്ന പോലെയാണ്. ഏതാണോ നമുക്കിപ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് 100% അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അതിന്റെ നെല്ലിപ്പടി കാണുക എന്ന് പറയില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അന്നും അങ്ങനെയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. നമുക്കൊരു സാധനം പുറത്ത് പോകുന്ന വരയ്ക്കും പാട്ടിന്റെ ട്യൂണോ ഋതമോ എന്ത് വേണമെങ്കിൽ നമ്മൾക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു തമിഴ് പടത്തിലെ പാട്ട്, അതിന്റെ റിലീസ് ഓഗസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, തായ്നില എന്ന് പറഞ്ഞിട്ട്. അതെന്തോ വലിയൊരു കമ്പനിയാണ് റെഡ് ജൈൻ എന്ന് പറഞ്ഞിട്ട്, അവരിപ്പോൾ അത് സെപ്റ്റംബറിൽ മതി. ഓഗസ്റ്റ് ഒരുപാട് വലിയ പടങ്ങളുണ്ട്, ഇത് വളരെ കൊച്ചു പടമാണ്. ഒരു മാസം തള്ളി. അപ്പം ഞാൻ ഡയറക്ടർ വിളിച്ചിട്ട്, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ ബീജം കുറച്ചൊന്ന് മാറ്റിക്കോട്ടെ. നന്നായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ഇത് പണ്ട് ചിന്തിക്കാൻ പറ്റൂല. കാരണം മ്യൂസിഷ്യൻസിനെ വിളിച്ചിട്ടൊന്നും നടക്കില്ല. 2 വർഷം നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്. പിന്നെ ഇതെല്ലാം ഫൈനലി തീരുമാനിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ടായാൽ സക്സസ് ആണ്. ഇത് മോശമാണെങ്കിൽ ഇത് രണ്ടുണ്ടായിട്ടും കാര്യമില്ല. ഒരു വിഷനുള്ള ബ്രെയിൻ വേണം. ചേച്ചി, അപ്പം ഈ സാറിന്റെ ലൈഫിലേക്ക് ഇപ്പം ഒരു ചേച്ചിയോട് ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി എന്നാ ചോദിച്ചാലും സാറിനോടാണ് ഉത്തരം പറയുന്നത്. ചേച്ചി ഞങ്ങളോട് വർത്താനം പറയണം. എന്താണെന്നറിയോ, ചേച്ചിയുടെ വിശേഷം സാറിന്റെ ലൈഫിലേക്ക് വന്നപ്പോ ചേച്ചി ആഗ്രഹിച്ച ഒരു മ്യൂസിക് വേൾഡിലേക്കാണ് ചേച്ചി വന്നത് അല്ലെ? മ്യൂസിക്കിന്റെ ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വേൾഡിലേക്ക് വരുമ്പോ ചേച്ചിയുടെ ഒരു ആങ്സൈറ്റി, എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ പ്രായത്തില്? നിന്റെ മനസ്സിൽ എന്താണ്ടായിരുന്നു? കല്യാണം കഴിച്ചപ്പോ സിനിമ ഇതായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ, ഒരു നടീനെ കാണുക അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ലോകത്തിലേക്ക് ഞാൻ വന്നുപെട്ടുള്ള സന്തോഷം ഭയങ്കര. സിനിമ ഇൻഡസ്ട്രി മൊത്തത്തില് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ സിനിമയൊന്നും കാണാറില്ല. ഫോട്ടോ, ജയഭാരതി ഇവരുടെയൊക്കെ ഫോട്ടോ ഞാൻ ഒട്ടിച്ചേക്കും. പാട്ടുകൾ എഴുതിയിട്ട് ഒരു സൈഡില് സീമയുടെ ഫോട്ടോ, ജയഭാരതി, അങ്ങനെ കുറെ. നടൻ ജയൻ, കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ കൊണ്ടുപോയിട്ട് പറ്റിച്ചു. ഞാൻ പറഞ്ഞു ജയൻ താമസിച്ചിരുന്ന മുറി പാങ്കുരോ ഹോട്ടലിലെ ഒരു മുറിയുണ്ട്, 404 ജോൺസന്റെ കല്യാണത്തിന്റെ ജോൺസൺ ഞാൻ പറഞ്ഞു നിനക്ക് ജയൻ താമസിച്ച ഭയങ്കര ആരാധനയായിരുന്നു. നിനക്ക് ജയന്റെ റൂം കാണണോ, ജയൻ താമസിച്ചിരുന്ന മുറി എന്ന് പറഞ്ഞിട്ട് പാമ്പുരോല് പോയിട്ട് ഏതോ റൂമിന് ഇവിടെയാണ് ഇത്രയും എങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. ആക്ച്വലി ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു ആ സമയത്ത്? ഇല്ല, സിനിമയിൽ അവൾക്കും ഇഷ്ടമല്ല, ഞാൻ അഭിനയിക്കുന്നത് അവൾക്കും ഇഷ്ടമല്ല. അതാണ് വേറെ കോമഡി. ഞാൻ പരിപാടിയാ ചേച്ചിയെ. അല്ല, ഓഫർ വന്നപ്പോ ചേച്ചി സാറിനോട് വന്ന് പറഞ്ഞോ വേണ്ടെന്ന്? പിന്നെ ഇപ്പൊ പ്രായമായതിനു ശേഷം ഐ മീൻ ഒരു 40-45 വയസ്സായല്ലോ. അപ്പൊ ആ 45 വയസ്സിന് ശേഷം അവള് പറഞ്ഞു, 45 വയസ്സായി, ഇനി എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല, സിനിമയിൽ അഭിനയിച്ചോ എന്നിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ കോൺഫിഡൻസ് ആയി 1-2 സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. ഇതിപ്പോ ഒരു ഇറങ്ങാൻ മറ്റേ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാല് ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് അഭിനയിച്ചത്. അത് കഴിഞ്ഞിപ്പോ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞിട്ട് പടം, സൗബിൻ സാഹിർ, നമിത പ്രമോദ്, അതിലൊരു വക്കീലിന്റെ വേഷം. ഞാൻ എന്റെ റോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഞാനിപ്പോ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ എന്താക്കാണ് അത് അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമായിട്ടൊന്നുമില്ല. കാരണം ആ റോള് ചെയ്യുമ്പോ ഞാൻ ആലോചിക്കുന്നത്, ശരി എന്റെ ഭാഗം ഒരു കോൺട്രിബ്യൂഷൻ ഇരിക്കട്ടെ, പടം കുറച്ചുകൂടി നന്നാവുമല്ലോ.